അസ്സാം വലൈക്കും എവറി വൺ, വെൽക്കം ടു ടേസ്റ്റി വ്യൂസ്. നമുക്കിന്ന് നല്ല അടിപൊളി ഒരു അവക്കാഡോ ഷേക്ക് ഉണ്ടാക്കിയാലോ. ഇതിനെ ബട്ടർ ഫ്രൂട്ട് എന്നും വിളിക്കാറുണ്ട്. ഒത്തിരി ന്യൂട്രീഷ്യൻസ് ഉള്ളൊരു ഫ്രൂട്ടാണ് അവക്കാഡോ. നമുക്ക് ആദ്യം അവക്കാഡോ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത ശേഷം ഇതിനുള്ളിലെ സീഡ് റിമൂവ് ചെയ്ത് ഇതിലെ പൾപ്പ് മാത്രം ഒരു സ്പൂണും കൊണ്ട് സ്കൂപ്പ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഷേക്ക് അടിക്കാൻ മാത്രമല്ല, സാലഡിലും സാൻഡ്വിച്ചിലും ഒക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അത്ര നല്ല ബെനിഫിറ്റ്സ് ഉള്ളൊരു ഫ്രൂട്ടാണിത്. ഹാർട്ട് ഡിസീസ് കുറയ്ക്കാനും ക്യാൻസറിനുള്ള സാധ്യതകൾ കുറയ്ക്കാനും ഒക്കെ ഈ ഫ്രൂട്ട് നല്ലതാണെന്ന് പറയുന്നുണ്ട്. നമ്മളിവിടെ 2 അവക്കാഡോയാണ് എടുത്തിരിക്കുന്നത്. രണ്ടിൻ്റെയും പൾപ്പ് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. അല്പം കൂടി ഹെൽത്തി ആയിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം തേനോ അല്ലെങ്കിൽ ഒട്ടും മധുരം ചേർക്കാതെയോ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ തണുപ്പിച്ച പാലാണ് ചേർക്കുന്നത്. നമുക്കിനി ഇവയെല്ലാം നന്നായി അടിച്ചെടുക്കാം. അവക്കാഡോ എടുക്കുമ്പോൾ നന്നായി പഴുത്ത അവക്കാഡോ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പച്ച അവക്കാഡോയാണ് ഷേക്ക് അടിക്കുന്നതെങ്കിൽ കയ്പ്പ് രസമായിരിക്കും മുമ്പിൽ നിൽക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് പാലൊഴിക്കാവുന്നതാണ്. ഞങ്ങളിപ്പോൾ ഇപ്പം ലൂസാക്കി ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അടിച്ചെടുത്തിട്ടുള്ളത്. പ്രഗ്നൻസി ടൈമിലും ബ്രസ്റ്റ് ഫീഡിങ് ടൈമിലും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ടാണ് അവക്കാഡോ. നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി അല്പം രുചി കൂട്ടുന്നതിനും ഒരു ഭംഗിക്കും വേണ്ടി ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്പം നട്ട്സും കൂടി ചേർത്ത് നമുക്ക് ഈ ഷേക്ക് സെർവ് ചെയ്യാം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായി കാണുന്നതുവരേക്കും താങ്ക് യു.